ഇപ്പം ഭയങ്കര ഈ പറഞ്ഞ പോലെ ഒരുപാട് പേര് ചെയ്ത് ഭയങ്കര റിസൾട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞത് ഇപ്പം വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് PRP ഫോർ സ്കിൻ ആൻഡ് ഫോർ ഹെയർ റൈറ്റ് ആൻഡ് GFC ഓൾസോ. ഇത് ശരിക്കും എന്താണ് ലൈക്ക് വാട്ട് ഡു യു ഡു വിത്ത് Okay. ഇറ്റ്? The blood. സോ ബേസിക്കലി തിന്നിങ് ഓഫ് ഹെയറിനാണല്ലോ നമ്മൾ ഈ PRPയും GFC ഒക്കെ യൂസ് ചെയ്യുന്നത്. PRPയും GFC ഇപ്പോൾ കുറേ നാളായി മാർക്കറ്റ്, ഇപ്പോൾ ലോങ് ടൈം. PRP ഇപ്പോൾ മോർ ദാൻ PRP നമ്മൾ ബ്ലഡ് വിഡ്രോ ചെയ്യുന്നു, അത് സ്പിൻ ചെയ്യുന്നു, അതിൻ്റെ പ്ലാസ്മ പോർഷനകത്ത് പ്ലേറ്റ്ലെറ്റ്സ് റിച്ച് ആയിട്ടുള്ള ആ പ്ലാസ്മ പോർഷനകത്ത് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ടാക്കാനുള്ള ആ ഒരു കേപ്പബിലിറ്റി ഉള്ള പ്ലേറ്റ്ലെറ്റ്സിനെ എടുത്ത് നമ്മൾ പ്ലാസ്മയുടെ ആ പ്ലാസ്മ പോർഷൻ ഇഞ്ചെക്ട് ചെയ്യുക സ്കാൽപ്പിൽ. സോ പ്ലേറ്റ്ലെറ്റ്സ് റിച്ച് പ്ലാസ്മ ഇഞ്ചെക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് റിലീസസ് ഗ്രോത്ത് ഫാക്ടേഴ്സ്. അങ്ങനെ ആ ഫോളിക്കിൾ തിന്നായിട്ടുള്ളത് അതിനെ നെഗേറ്റ് ചെയ്ത് ആ ഫോളിക്കിളിനെ എന്താ പറയുക ഒന്നും കൂടി സ്ട്രെങ്തൻ ചെയ്തിട്ട് ഹെയറിനെ കുറച്ചും കൂടെ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയറാണ് ഈ PRP. പിന്നെ കൂടുതലും ഇപ്പോൾ ഫേസിന് PRP ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേര് ഇപ്പോൾ ചെയ്യാറില്ല. ഇപ്പോൾ കുറേയും കൂടെ ബെറ്റർ കാര്യങ്ങൾ അത് മാർക്കറ്റിൽ വന്നതുകൊണ്ട് കുറച്ചൊന്ന് PRP കുറച്ച് സ്റ്റെപ്പ് ബാക്ക് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ബിക്കോസ് ഇപ്പോൾ ഇറ്റ്സ് നോട്ട് ഇൻ ദ ഫോർ ഫ്രണ്ട്. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനും നമ്മൾ PRP യൂസ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. നമ്മൾ വൂണ്ട് ഹീലാവുന്നില്ലെങ്കിൽ PRP വെക്കുന്നു. പക്ഷേ ഇപ്പോൾ കുറേ കൂടെ മോഡിഫയബിൾ സംഭവങ്ങൾ വന്നു, PRF. ഓക്കെ, അപ്പോൾ പ്ലേറ്റഡ് റിച്ച് ഫൈബ്രിൻ അതുപോലെ അങ്ങനത്തെ ഒരു ജെൽ ബേസ്ഡ് അങ്ങനെയൊക്കെ ഇപ്പോൾ കുറച്ചൊന്ന് മോഡിഫൈ ചെയ്തിട്ട് കുറച്ചും കൂടി വേരിയേഷൻസ് വന്നു തുടങ്ങി PRPക്ക്. അപ്പോൾ PRP ആ ജനറൽ ആ ഒരു ഓൾഡർ വേർഷൻ മാറിയിട്ട് ഇപ്പോൾ കുറച്ചൊരു ഫ്യൂച്ചറിസ്റ്റിക് വേർഷൻസ് ഓഫ് PRP ആയി തുടങ്ങി മാർക്കറ്റിൽ. അതുകൂടാതെ വേറെ കുറേ സംഭവങ്ങൾ ഇറങ്ങിയതുകൊണ്ട് PRP ഇപ്പോൾ കുറച്ചൊന്ന് ബാക്കിലോട്ടായെന്ന് വേണമെങ്കിൽ ബാക്ക് സീറ്റഡ് ആണ് ഇപ്പോൾ. യെസ്. ഓക്കെ, അതേപോലെ നമുക്ക് കുറേ മെഡിഫേഷ്യൽസ് ഉണ്ട്, ഹൈഡ്രാ ഫേഷ്യൽ ഉണ്ട്, കാർബൺ പീൽസ് ഉണ്ട്, ലേസറിൻ്റെ വേരിയേഷൻസ് ഉണ്ട്. ഇതൊക്കെ ഇസ് ഇറ്റ് വർത്ത് ദ ഹൈപ്പ്? Is it worth the hype എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ this hype is better than the hype created by the other facials. Okay. അതായത് ലൈക്ക് ദ ഫ്രൂട്ട് ഫേഷ്യൽസ് അതാണ് Exactly. Okay. So why? Because ഇപ്പോൾ doing a facial somewhere else has changed. ആ ഒരു നോഷൻ ഇപ്പോൾ നമുക്ക് കല്യാണമായി അപ്പോൾ നമുക്ക് സലൂണിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്യാം എന്നുള്ള കോൺസെപ്റ്റ് മാറി കംപ്ലീറ്റ്ലി മാറി. ഓക്കെ, ഇപ്പോൾ പേഷ്യൻ്റ് വരുന്നത് മോസ്റ്റ്ലി ഡോക്ടർ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യണം, എപ്പോൾ ചെയ്തു തുടങ്ങാം, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനിങ് ആയിട്ട് മാറി തുടങ്ങി. ബട്ട് മെഡി ഫേഷ്യൽസ് എന്ന് പറയുന്നത് നോർമലി ഞാൻ ജനറലി റെക്കമെൻഡ് ചെയ്യുന്ന ഹൈഡ്രാ ഫേഷ്യൽ തന്നെയാണ്. ബിക്കോസ് അതിൻ്റെ കോമ്പണൻസ് കുറച്ച് സ്ട്രോങ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സും ഭയങ്കര സ്റ്റാൻഡർഡൈസ്ഡാണ്. അതിൻ്റെ ഒരു പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് ഫേഷ്യലാണ്. പക്ഷേ ദർ ആർ ലോഡ് ഓഫ് അതർ ഫേഷ്യൽസ്. ഇപ്പോൾ ഫയർ ആൻഡ് ഐസ് ഫേഷ്യൽ ഉണ്ട്, ഇതൊക്കെ ഐസ് ക്ലിനിക്കൽ. അപ്പോൾ അങ്ങനെ ഓരോ കമ്പനികളും അവർക്ക് അവരുടെ ഒരു പേറ്റൻറ്റഡ് അവർക്കൊരു രീതിയിലുള്ള കുറച്ച് സ്റ്റെപ്സും പ്രൊഡക്ട്സും ആയിട്ട് കുറേ ഫേഷ്യലുകൾ ഇറക്കിയിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദം ആർ ഗുഡ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന കോമ്പണൻസും ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്, അതിനൊരു പ്രോട്ടോകോളുണ്ട്. റാദർ ദാൻ റാൻഡം ഇപ്പം നമ്മൾ കുറേ ഫേഷ്യൽസ് നമ്മൾ തന്നെ സ്റ്റെപ്പ് ഉണ്ടാക്കുന്നു, നമ്മളത് ലേസറായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അതൊക്കെ കുറച്ച് ഒരു വേരിയേഷൻസ് ആണ്. Ideally not the best way, but it's always go for the standard protocol and standard facials. ആ കമ്പനി ഇറക്കിയിട്ടുള്ള ഫേഷ്യൽസ് അതേ പ്രകാരം യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഈ കാർബൺ ഫേഷ്യൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ ലേസർ. അപ്പോൾ അതൊരു ലേസർ കാർബൺ അപ്ലൈ ചെയ്തിട്ട് യൂസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ലേസർ വെച്ചിട്ട് ഇങ്ങനെ ഒരു പാസ് കൊടുത്ത് ലേസർ ടോണിംഗ് എന്നും കൂടെ നമ്മൾ പറയും അതിന്. സോ ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ഒരു ആക്ഷൻ. ഇത് ആസിഡ്സ് യൂസ് ചെയ്തിട്ട് സ്കിന്നെ ടൈറ്റാക്കി പിന്നെ മസാജ് കൊടുത്തിട്ട് കുറച്ച് നമ്മുടെ ബ്ലഡ് ഫ്ലോ ഒക്കെ കൂട്ടിയൊന്ന് സ്കിന്നൊന്ന് ഗ്ലോ ആവുന്നു, ടൈറ്റ് ആവുന്നു. അതാണ് ആ വെഡ്ഡിങ്ങിന് എല്ലാവർക്കും വേണ്ട ഒരു സംഭവം. മറ്റേത് കുറേയും കൂടെ ആ ലേസർ ലൈറ്റ് നമ്മുടെ കറുപ്പിൻ്റെ ആ കളറ് കുറയ്ക്കാനും അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രിൻസിപ്പിളാണ് ലേസറിന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കിന്നിൻ്റെ കളറ് കുറയ്ക്കുക, ഒന്ന് ബ്രൈറ്റ് ആക്കുക. അതാണ് ആ ലേസർ ടോണിങ്ങിലോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന കുറച്ചും കൂടി ആ സ്കിൻ ലൈറ്റർ ആക്കാനാണ്. പക്ഷേ ഹൈഡ്രാ ഫേഷ്യൽ എന്ന് വെച്ചിട്ട് സ്കിൻ ലൈറ്റ് ആക്കാനുള്ള ടെൻഡൻസി വളരെ കുറവാണ്. മോസ്റ്റ്ലി ഇങ്ങനെ ബ്ലഡ് ഫ്ലോ കൂട്ടുക, ഗ്ലോ ആക്കുക, പോസ് ഒന്ന് ടൈറ്റ് ആക്കുക, ഹൈഡ്രേറ്റ് ചെയ്യുക. എക്സാക്ട്ലി, ഇതൊക്കെയാണ് അതിൻ്റെ കീ പ്രിൻസിപ്പിൾസ്. മറ്റേത് കുറേയും കൂടെ ഡീപ്പർ ഇതാണ്. ആ വേവ് ലെങ്ത് ലൈറ്റ് പിഗ്മെൻറ്റിനെ
ടാർഗറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ ഫ്രാഗ്മെൻറ്റ് ചെയ്യുന്നു, കളർ കുറയ്ക്കുന്നു. അപ്പോൾ ഒന്ന് കളർ ബെറ്റർ ആക്കാനായിട്ട് നല്ല, പക്ഷേ 2-3 ആഴ്ച മുന്നേ ഒക്കെ ഇതൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിസൾട്ട് കാണാൻ പറ്റത്തില്ല. അത്രയും സമയം എടുക്കും റിസൾട്ട് ഐ മീനിങ് അറ്റ്ലീസ്റ്റ് ഒരു 10 days or 2 weeks. പക്ഷേ മൾട്ടിപ്പിൾ സെഷൻസ് ഉണ്ടെങ്കിൽ കുറേ കൂടെ നല്ല റിസൾട്ട് കിട്ടും. സോ അതൊക്കെയാണ് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ. അപ്പോൾ 3 months മുന്നേ സ്റ്റാർട്ട് ചെയ്യുക, വെഡിങ്ങിന് മുന്നേ. അതുപോലെ എന്തെങ്കിലും ഇവൻ്റ് ഉണ്ടെങ്കിലും എത്ര ദിവസം മുന്നേ ചെയ്യണം എന്നറിയുക, എത്ര ഗ്യാപ്പ് വേണം ബിറ്റ്വീൻ ദീസ് 2 പ്രൊസീജിയേഴ്സ്. അതൊക്കെയാണ് നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ.